ശ്രീ ആയുർബിച്ചു, ഒരു മതസ്വാതന്ത്ര്യം, സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാം ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. FIR-ൽ എവിടെയെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ അത് പരിഹാസ്യമാകുമായിരുന്നു. അതുകൊണ്ട് അതില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇട്ടത് പോലീസുകാർ പോയതിന് ശേഷമാണ് എന്ന് പറയുന്നിടത്ത് അതൊരു വിഷയമാണ്, അത് പരോക്ഷമായിട്ടെങ്കിലും ഒരു വിഷയമാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഓണക്കാലമാണ്, ഇങ്ങനെ ഒരു അനാവശ്യ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണകരം അല്ലെങ്കിൽ മതചിഹ്നങ്ങളും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും ആകരുത് എന്ന ഒരു കോടതി ഉത്തരവുള്ളപ്പോൾ ഇത്തരത്തിൽ RSS എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാര് അവിടെ നടത്തിയത് ഒരു നിയമലംഘനം തന്നെയാണ്. ആ കാര്യത്തിൽ പോലീസിന് നടപടിയെടുക്കാതിരുന്നാൽ നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ കോടതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥര് അവിടെ ചെന്ന് അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിയമം നടപ്പിലാക്കുകയാണ് പോലീസ് അവിടെ നടത്തിയത്. അത് ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി അത്തപ്പൂക്കളം ഇടാൻ രണ്ടുപേർക്കും പോലീസ് പറയുന്നു നിങ്ങൾ രണ്ടുപേരും അത്തപ്പൂക്കളം ഇട്ടോളൂ. ആ സമയത്ത് ഇത്തരത്തിലൊരു അത്തപ്പൂക്കളമാണ് ഇടുന്നത് എന്ന് ഇത്തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട ഈ പറയുന്ന RSSന്റെ ഈ പറയുന്ന പൂക്കളം ഇട്ട ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് പോലീസിന് അറിയില്ലായിരുന്നു. അവര് പോയതിനു ശേഷമാണ് ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് പോലീസ് പോകുന്നു, വീണ്ടും ശേഷം ഇവര് നിയമം ലംഘിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇതിന് സമാനമായി നേരത്തെ ഇവിടെ ആരൊക്കെ പറഞ്ഞല്ലോ അത് CPM ഭരിക്കുന്ന അമ്പലമാണ്. അങ്ങനെ പറയരുത്. CPM എങ്ങനെയാണ് അമ്പലം ഭരിക്കുന്നത്? CPM സംസ്ഥാനം ഭരിക്കുന്നു, രാജ്യം ഭരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് CPM അമ്പലം ഭരിക്കുന്നു എന്ന്. അമ്പലം ഭരിക്കുന്നത് വിശ്വാസികൾ തന്നെയാണ്, ഹൈന്ദവരായ ആ പ്രദേശത്തെ വിശ്വാസികൾ തന്നെയാണ്. അതിൽ പല രീതിയിലുള്ള ചിന്തകളുള്ളവരുണ്ടാകാം, ക്രിസ്ത്യാനി അല്ലെങ്കിൽ പല ചിന്തകൾ, അതായത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായി പല ചിന്തകളുള്ളവർ ഉണ്ടാകാം. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ കാണാം, കോൺഗ്രസ്സുകാർ കാണാം, BJP-ക്കാർ കാണാം, പലരും കാണും. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതിലെ ഭൂരിപക്ഷ വർഗീയതയെ മുതലാക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ഒരു ചിന്തയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ എല്ലാവരും ബിജു നായരൊക്കെ വളരെ ഘോരഘോരമായിട്ട് പറഞ്ഞല്ലോ, മതചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇപ്പം ധ്വജത്തിന്റെ അല്ലെങ്കിൽ ഒരു കളർ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഞാനൊരു ചിത്രം കാണിക്കാം. ഇത് ദുർഗാദേവിയുടെ ചിത്രമാണ്. ഇതിനകത്ത് അധ്യാപകരുടെ ഇടത് കയ്യിൽ ഇരിക്കുന്ന ഈ ആയുധം ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നാളെ ഇവിടെ LDF-ന് വേണ്ടി അവർക്ക് ഈ പൂക്കളത്തിൽ ഇട്ടാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇത് ദുർഗാദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധമാണ്, കാണാമല്ലോ. ഇതിനെ ഈ രീതിയിൽ അവിടെ അവതരിപ്പിച്ചാൽ, ഒരു പൂക്കളത്തിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ അനുവദിക്കുമോ? സമാനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും അല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നീതി നടപ്പിലാക്കേണ്ട പോലീസ്, നിയമം നടപ്പിലാക്കേണ്ട പോലീസ് നിയമപരമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഞങ്ങളുടെ ഒരു പാർട്ടിയുടെയോ പാർട്ടി നേതാക്കന്മാരുടെയോ ആരുടെയും ഒരു അഭിപ്രായം അവിടെ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ നേരത്തെ ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ സമാധാനപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിലേക്ക് വർഗീയ ചിന്തകൾ കുത്തിവെച്ച്, വർഗീയ വിഷം കുത്തിവെച്ച് അതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും, എന്ത് ലാഭം നേടാൻ കഴിയും എന്ന ഒരു ചിന്താഗതി മാത്രമാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ ഒരു ധ്വജത്തിന്റെ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു കളർ അവിടെ കൊണ്ടുവന്നു? ആ കളർ ഇല്ലാതെ ആ ഒരു പൂക്കളം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായി അവിടുത്തെ ഉത്സവവും കാര്യങ്ങളും ഓണവും ഒക്കെ നടന്നു പോകും. കാലാകാലങ്ങളായിട്ട് ആ അമ്പലത്തിന്റെ ഭരണത്തിൽ കടന്നു കയറി അവിടെ ജനങ്ങളിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനവർക്ക് ഇതുവരെയും കഴിയാതെ പോയതിനാൽ എങ്ങനെയെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം നഷ്ടപ്പെടുത്തണം. അങ്ങനെയെങ്കിലും പണ്ട് നമുക്കറിയാം, ഗോദ്ര കലാപമൊക്കെ അറിയാം. അതിന് സമാനമായ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്താൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യുവാൻ സാധ്യമാകുമോ എന്നുള്ള ചിന്ത മാത്രമാണ്. അല്ലാതെ ഇവിടെ എന്താണ്? അത് തന്നെയല്ലേ അവർ കാണിച്ചിരിക്കുന്നത്. പോലീസ്, നിങ്ങൾ ആദ്യം മുതലേ ഡെന്നി പറയുന്നുണ്ട്, പോലീസ് അവിടെ നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്. നിയമം നടപ്പിലാക്കുകയാണ് പോലീസ് ചെയ്തത്. ഇനി കേസ് എടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും? അവിടെ കലാപം ഉണ്ടായാൽ, ഇതിന്റെ പേരിൽ നാളെ അവിടെ കലാപം ഉണ്ടാകുന്ന വിഷയമുണ്ടായാൽ കോടതിയിൽ ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? പോലീസാണ്. അപ്പം പോലീസ് നിയമം കൃത്യമായി നടപ്പിലാക്കി. ഇനി നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ, ഒരു വിദ്യാലയത്തിലാണെങ്കിൽ, ഒരു സ്ഥാപനത്തിലാണെങ്കിൽ
പക്ഷേ ചില ശ്രീ ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആയുർബിജു അപ്പോഴും ഒരു പൂക്കളമിട്ടു ഈ വിഷയത്തിനകത്ത് കലാപശ്രമം എന്ന പേരിൽ വകുപ്പ് ചുമത്തി FIR ഇട്ട് കേസെടുക്കുക എന്ന് പറയുന്നതിൽ അല്പം കടന്നു കൈയല്ലേ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അത്രയും വലിയ ഒരു വ്യാപ്തി ഈ വിഷയത്തിനുണ്ട് എന്ന് ആ നാട്ടുകാർ അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലുള്ള ഒരു ജനങ്ങളല്ല. സ്വാഭാവികമായിട്ടും ഒരല്പം കടന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോയി എന്ന് തോന്നില്ലേ? അവണ് അത്രയും വലിയ വ്യാപ്തി ആ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെയൊരു ചെറിയ കച്ചിത്തുരുമ്പിൽ പിടിക്കുന്ന തീ ആ നാട്ടിലാകമാനം പകരാതിരിക്കാനുള്ള മുൻകരുതലാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഈ പറയുന്ന RSSകാർക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു വിഷയം എന്തിനാ ഛത്രപതി ശിവജിയുടെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചു? ഈ പാർത്ഥസാരഥി അമ്പലവും ശിവജിയുമായിട്ട് എന്ത് ബന്ധം? ശ്രീകൃഷ്ണൻ ശിവജിയുമായിട്ട് എന്താണ് ബന്ധം? ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും തട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഫലം നെഗറ്റീവാക്കി ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കലാപങ്ങളിൽ കൂടി മണിപ്പൂരിൽ മറ്റൊക്കെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നമുക്കറിയാം കലാപങ്ങൾ ഉണ്ടാക്കി ആ കലാപത്തിൽ കൂടി നേട്ടം കൊയ്ത് വിജയിച്ച BJPയുടെ RSSന്റെ തന്ത്രമുണ്ട്. അത് പല സ്റ്റേറ്റിലും നമ്മൾ കാണുകയുണ്ടായി. അതിന് സമാനമായി ഈ കൊച്ചു കേരളത്തെയും മാറ്റിയെടുക്കുവാനുള്ള ശരി, ഓക്കെ. ഞാൻ തിരികെ എത്താം. ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ ശ്രീ